നമസ്കാരം. ദീർഘകാലം IPLനെ അടക്കി ഭരിച്ച ശേഷം പഴയ പ്രതാപമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു, തകർച്ചയിലിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. ഇപ്പോൾ തകർച്ചയിലിരിക്കുന്നവർക്കെതിരെ ട്രോളുകൾ നിറയുന്നുണ്ട്. കഴിഞ്ഞ തവണ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തേക്ക് വീണ് നാണം കെട്ട CSK ഇത്തവണയും സമാനമായ ദുരന്തത്തിലേക്കാണ് നീങ്ങുന്നത്. ഈ സീസണിൽ ഇതിനോടകം കളിച്ച 3 മത്സരങ്ങളിലും തോറ്റുകഴിഞ്ഞ ചെന്നൈ ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ്. നിലവിൽ പല പ്രധാന താരങ്ങളുടെയും ഫോമും ദുർബലമായ ബൗളിംഗ് നിരയും പരിഗണിക്കുമ്പോൾ ഈ സീസണിലും 10ാം സ്ഥാനത്ത് തന്നെ അവർ ഫിനിഷ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. അതിനിടെ സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് CSKയ്ക്ക് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മുംബൈ ഇന്ത്യയുടെ ചില ഇതിഹാസ താരങ്ങളെ പരിഹസിച്ചതിന്റെ ഫലമാണ് CSK ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും പലരും ചൂണ്ടിക്കാട്ടി. പല കാലങ്ങളായി തന്നെ ഇന്ത്യയുടെ ചില മുൻ ഇതിഹാസങ്ങളെ സോഷ്യൽ മീഡിയയിൽ ട്രോളിയവരാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. IPLൽ അവരുടെ ടീമിനായി കളിച്ചിട്ടില്ലാത്ത താരങ്ങളാണ് ഇത്തരത്തിൽ അധിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത്. അന്ന് ചെയ്തിട്ടുള്ള തെറ്റുകളുടെ ശിക്ഷയാണ് ഇപ്പോൾ CSK അനുഭവിക്കുന്നതെന്നും സോഷ്യൽ മീഡിയയിൽ ചിലർ ചൂണ്ടിക്കാട്ടുന്നു. ബാറ്റിംഗ് ഇതിഹാസവും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഐക്കണുമായ സച്ചിൻ ടെണ്ടുൽക്കർ, മുൻ ക്യാപ്റ്റനും കോച്ചും ടെസ്റ്റിലെ വൻ മതിലുമായിരുന്ന രാഹുൽ ദ്രാവിഡ്, വെടിക്കെട്ട് ഓപ്പണറും ബൗളർമാരുടെ പേടി സ്വപ്നവുമായിരുന്ന വീരേന്ദർ സെവാഗ് തുടങ്ങിയവരെല്ലാം CSKയുടെ പരിഹാസങ്ങൾക്ക് പാത്രമായിട്ടുള്ളവരാണ്. വീരേന്ദർ സെവാഗ് IPLൽ കളിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഒരു കളിയിൽ വേഗം പുറത്തായ ശേഷം കളിയാക്കിക്കൊണ്ടുള്ള CSKയുടെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ഫ്ലാറ്റ് ട്രാക്ക് ബുള്ളി ഔട്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് സേവാങ്കിനെയാണെന്നും 43-1 ദ്രാവിഡിനെയും അദ്ദേഹം IPL കളിച്ചിരുന്ന സമയത്ത് തന്നെയാണ് CSK കളിയാക്കിയത്. രാഹുൽ ദ്രാവിഡ് 2020 കളിക്കാൻ അദ്ദേഹത്തിന് ശേഷിയുണ്ടോ എന്നായിരുന്നു CSKയുടെ പരിഹാസം. സച്ചിനെയും അവർ വെറുതെ വിട്ടില്ല. ചെന്നൈയും മുംബൈയും തമ്മിലുള്ള കളിയുടെ സമയത്ത് സച്ചിനും സുരേഷ് റെയ്നയും ഒരുമിച്ച് സംസാരിച്ച് നടന്നു നീങ്ങുന്ന ഫോട്ടോയ്ക്കൊപ്പം CSK കുറിച്ചത് രമേശ് ആൻഡ് സുരേഷ് എന്നായിരുന്നു. സച്ചിന്റെ പിതാവിന്റെ പേര് കൂടിയാണ് രമേശ് ടെണ്ടുൽക്കർ. ഒരു തരത്തിൽ മുൻ ഇതിഹാസ താരങ്ങളെ പലപ്പോഴായി സോഷ്യൽ മീഡിയയിൽ കളിയാക്കിയിട്ടുള്ള CSK ഇത്തരമൊരു ദുരന്തം തീർച്ചയായും അർഹിച്ചിരുന്നു എന്നതാണ് കാലം അവർക്കായി കാത്തുവച്ച ശിക്ഷ കൂടിയായതെന്നും മറ്റു ഫ്രാഞ്ചൈസികൾ ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്. അതേസമയം തോൽവികളിൽ നിന്നും തോൽവികളിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഋതുരാജ് ഗെയ്ക്വാദ് നായകനായ CSK ടീം രാജസ്ഥാൻ റോയൽസിനെതിരെ 8 വിക്കറ്റിന്റെ വമ്പൻ പരാജയവുമായിട്ടാണ് ഈ സീസൺ അവർ തുടക്കം കുറിച്ചത് എന്ന് പറയാം. ഹോം ഗ്രൗണ്ട് ആയ ചെപ്പോക്കിൽ നടന്ന രണ്ടാമത്തെയും CSKയ്ക്ക് അടിതെറ്റി. പഞ്ചാബ് കിങ്സിനോട് കീഴടങ്ങിയത് 5 വിക്കറ്റിനായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനോട് 43 റൺസിനും ചെന്നൈ തരിപ്പണമായിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ചെന്നൈയെക്കുറിച്ചുള്ള ആത്മവിശ്വാസത്തിന് പുറമെ അവർക്ക് കുറിച്ചുള്ള ട്രോളുകളാണ് നിറയുന്നത്. ചെന്നൈ ഇത്തരത്തിൽ അഹങ്കാരം പിടിച്ച ടീമാണ്. അവർക്ക് കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ആരെയും നിലം തൊടാൻ സമ്മതിക്കില്ല. പൂർവാധികം ശക്തിയോടെ തന്നെ അവരുടെ ട്രോളുകൾ നിറഞ്ഞു വരും. ഇപ്പോൾ 2 കളി തോറ്റാലും മറ്റുള്ളവരെ ട്രോളുന്നതിൽ അവർ മുൻപന്തിയിൽ തന്നെയാണ്. ഇതുപോലെ സച്ചിൻ അടക്കമുള്ള പല താരങ്ങളും ഒന്നുമല്ല എന്ന രീതിയിൽ ചെന്നൈയുടെ ടീമുകൾ പലപ്പോഴായി ട്രോളിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നന്നായി പറയുന്നത് ചെന്നൈയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ തന്നെയാണ്. എന്നിരുന്നാലും അവർക്കെതിരെയുള്ള കാര്യങ്ങൾ സംസാരിച്ചേ മതിയാകൂ.